ഹായ് ഓൾ വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പോൾ എൻ്റെ ബാൽക്കണിയിൽ ഒന്ന് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് പോട്ട്സും പിന്നെ ഗാർഡനിലേക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളും ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ആ പോട്ട്സിനെയും അതുപോലെ കുറച്ച് കാര്യങ്ങളെല്ലാതും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പലരുടെയും ബെല്ലൈക്കൺ ഡിസേബിളായി എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിടാം കേട്ടോ, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെക്ക് ചെയ്ത് നോക്കുക. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ രണ്ട് ക്യൂട്ട് ലിറ്റിൽ പ്ലാന്റേഴ്സാണ്. ഇത് സെറാമിക്കിൻ്റെ പ്ലാന്റേഴ്സാണ്. ഇത് ഒരു ആടാന്ന് തോന്നുന്നു, ആടിൻ്റെ ഒരു പോട്ടാണ്. പിന്നെ ഇത് ഒരു കിളിയുടെ പോട്ടാണ്. ഇത് ചെറിയൊരു പോട്ടാണ്, നമുക്ക് കുഞ്ഞ് ചെടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. പിന്നെ ഇതിനൊരു ഡ്രെയിനേജ് ഹോൾ ഉണ്ട്, ഇതിന് രണ്ടിനും ഡ്രെയിനേജ് ഹോൾ ഉണ്ട്. അപ്പം അങ്ങനെ ഫസ്റ്റായിട്ട് ഞാൻ ഇവിടേക്ക് വാങ്ങിയിട്ടുള്ളത് ഈ രണ്ട് ക്യൂട്ടായിട്ടുള്ള സെറാമിക്കിൻ്റെ പ്ലാന്റേഴ്സാണ്. ഇതിന് ഓരോന്നിനും 65 രൂപയാണെന്ന് തോന്നുന്നു ഇതിന് ഈ ഓരോന്നിനും ഉണ്ടായിരുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങണം. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പോട്ടാണ്. ഇത് നമ്മുടെ സാധാരണ ഒരു ബ്രൗൺ കളർ പോട്ടാണ്. ഇതിനൊരു 30 രൂപയായിരുന്നു. ഇത് ഞാൻ എന്താ പറയുക, ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയിട്ടുള്ളൊരു പോട്ടെന്ന് പറയുന്നത് ഈ ഗ്രീൻ കളറിലുള്ള പോട്ടാണ്. ഇത് ആക്ച്വലി ഇൻഡോർ പോട്ടാണ്. ഇതിന് ഡ്രെയിനേജ് ഹോൾ ഇല്ല. അപ്പം ഞാനിത് ബാൽക്കണിയിൽ വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിന് ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ടിട്ട് വേണം ഇതിൽ ചെടി നടാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു പോട്ട് കൂടി വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് കളറ് പോട്ടാണ്. ഇതും ഒരു ഇൻഡോർ പോട്ടാണ്. ഇതിനും ഹോളില്ല. അപ്പം ഞാനിത് എന്തായാലും വേറെ പോട്ടുകൾ ഇറക്കി വയ്ക്കുന്നില്ല, ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും ഡ്രെയിനേജ് ഹോൾ ഇട്ടിട്ട് വേണം പ്ലാന്റ്സ് വെക്കാനായിട്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ 3 പ്ലേറ്റ്സാണ്. 3 പല കളറിലുള്ള പ്ലേറ്റ്സാണ് വാങ്ങിയത്. അപ്പം ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാൽക്കണിയിലൊക്കെ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ നമ്മൾ പുറത്ത് വീട്ടിലൊക്കെ പ്ലാന്റ്സ് വെക്കണ പോലെയല്ല, നമ്മൾ വാട്ടർ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വാട്ടർ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ താഴത്തേക്കൊന്നും വെള്ളം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ്സ് ഉള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു 3 എൻ്റെ ചെടികൾക്ക് ആവശ്യമുള്ള ഒരു 3 പ്ലേറ്റ് ഞാൻ ഡ്രെയിനേജ് പ്ലേറ്റ്സ് ഞാൻ നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നടാൻ ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ഇത് പെർലൈറ്റ് ആണ്. പെർലൈറ്റ് ഇവിടുത്തെ മണ്ണ് നമ്മുടെ നാട്ടിലത്തെ മണ്ണ് പോലെയല്ല, തീരെ ഗുണമില്ലാത്ത മണ്ണാണ്. അപ്പം ചെടികളൊക്കെ എന്തോരം പിടിക്കുകയോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ നല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നല്ലൊരു പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് പെർലൈറ്റ് ആണ്. ഇതിനൊരു 50 രൂപയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവരുടെ തന്നെ ഞാൻ വാങ്ങിയത് PCR ഗാർഡൻ നഴ്സറിയിൽ നിന്നാണ് ഈ പ്രൊഡക്ട്സ് എല്ലാതും വാങ്ങിയിട്ടുള്ളത്. ഇത് അവരുടെ തന്നെ ഒരു വെർമി കമ്പോസ്റ്റാണ്. അതായത് വെർമി കമ്പോസ്റ്റും പിന്നെ ചാണകപ്പൊടിയും കൂടിയിട്ട് അവരുണ്ടാക്കുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ നടുമ്പോൾ ഇത് നമുക്ക് മണ്ണിൽ പോട്ടി മിക്സിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു അടിവളമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് കൊക്കോപീറ്റാണ്. ഇത് കൊക്കോപീറ്റ് മാത്രമല്ല, കൊക്കോപീറ്റിൻ്റെ ഫെർട്ടിലൈസറാണ്. ഇതിൽ കൊക്കോപീറ്റും അതുപോലെ ഫെർട്ടിലൈസറും കൂടി അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഇതിൽ. അപ്പോൾ ഇത് വാങ്ങി. പിന്നെ ഇതൊരു NPK ഫെർട്ടിലൈസറാണ്. ഇത് കെമിക്കലല്ല, ഓർഗാനിക് ആയിട്ടുള്ള NPK ഫെർട്ടിലൈസറാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ വെർമി കമ്പോസ്റ്റൊക്കെ എന്ന് പറയുന്നത് ചെടികൾ നടുമ്പോൾ പോട്ടി മിക്സിൽ മിക്സ് ചെയ്ത് കൊടുക്കണ ഒരു വളമാണ് ഈ വെർമി കമ്പോസ്റ്റ് എല്ലാതും. അത് കഴിഞ്ഞിട്ട് ചെടികളൊന്ന് വളർന്നിട്ടുള്ള അതിന് ഒരു മാസം കൂടുമ്പോൾ നമുക്ക് മന്ത്ലി ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. ഇത് അടിവളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഇടയിലൊക്കെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ തന്നെയാണ്. അപ്പോൾ കെമിക്കലല്ല എന്നാണ് പറഞ്ഞിരിക്കണത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാണ്, ഇതിന് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഒരു നാച്ചുറൽ NPK ഫെർട്ടിലൈസറും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ പോട്ടി മിക്സിന് ചെടികൾക്ക് ആവശ്യമുള്ള പോട്ടി മിക്സിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ്.
പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അതായത് ഇത് ഗാർഡനിങ് പ്രൊഡക്ട്സ് ഒന്നല്ല, ഞാൻ കണ്ടപ്പോൾ ഒരു DIY ഐഡിയാസൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അതിലൊന്നാണ് ഈ ഒരു ഇത് ശരിക്കും നമ്മുടെ മുളക് പൊടി, ഉപ്പ് പൊടി, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ചെറിയൊരു എന്താ പറയുക പാത്രങ്ങളാണ്. ഒരു 4 പാത്രത്തിൻ്റെ ഒരു 4 കുപ്പിയുടെ സെറ്റാണിത്. അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു കാർഡ്ബോർഡ് ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിയതൊരു ഐഡിയ തോന്നി, കാരണം ഇത് എടുക്കണ്ട, ഈ കാർഡ്ബോർഡുമ്പോൾ എന്തെങ്കിലും സ്റ്റിക്കറോ അല്ലെങ്കിൽ പെയിൻറ്റോ ഒക്കെ അടിച്ചിട്ട് ഈ മൂടി ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വല്ല പ്രൊപ്പഗേഷൻ സ്റ്റേഷനോ അല്ലെങ്കിൽ വാട്ടറിൽ വളരുന്ന പ്ലാന്റ് 4 ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാൻ ഉള്ളൊരു DIY ഉണ്ടാക്കാനായിട്ട് തോന്നിയപ്പോൾ വാങ്ങിയിട്ടുള്ളൊരു സെറ്റാണ് ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പെൻ ഹോൾഡറാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു DIY ഐഡിയ കണ്ടിട്ടുണ്ട് ഈ പെൻ ഹോൾഡറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ബോട്ടിലാണ് ആക്ച്വലി. ഈ ബോട്ടിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇതിന് നല്ല ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ ഒരു കവറുണ്ട്, മൈ ബോട്ടിൽ എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമുക്കിതിങ്ങനെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് സ്പേസിലും അല്ലെങ്കിൽ അടുക്കളയിലും ഒക്കെ ഒരു ഇൻഡോർ പ്ലാന്റ് വയ്ക്കാനായിട്ട് നല്ലൊരു പോട്ടാണെന്ന് തോന്നി. അപ്പോൾ ഇവിടെ നിന്ന് ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള പോട്ടുകൾ വാങ്ങണേക്കാളും കുറച്ചുകൂടി റേറ്റ് കുറവാണ് സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോന്നും നോക്കി സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിലും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഹുക്ക് പോട്ട് പ്ലാന്റർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവിടെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഇങ്ങനെ വളഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാൽക്കണിയും ഒരു കമ്പി ഉണ്ട് എൻ്റെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെടികൾ കുളത്തിടാം. അപ്പോൾ അതിനിത് കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി വാങ്ങണം. അപ്പം ഞാൻ ആദ്യം ഇത് ശരിയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നോക്കിയിട്ടൊന്ന് ട്രയൽ നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു പ്ലാന്ററാണ്. ഇത് നല്ലൊരു ബാൽക്കണിയിലൊക്കെ ചെടികൾ വയ്ക്കണവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തരം പോട്ടാണ് ഈ ഹുക്ക് പോട്ട് പ്ലാന്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു സ്പ്രേ ബോട്ടിൽ. നല്ല കളറാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സാണ്. അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ തുറന്ന് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ അടച്ചിട്ട് നമുക്കിങ്ങനെ ചെടികൾക്ക് സ്പ്രേ ഒക്കെ അടിക്കാനായിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണിത്. എനിക്ക് നല്ല ഇഷ്ടമായി, അതാണ് ഞാൻ ഇതൊരെണ്ണം വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത് എൻ്റെ ബാൽക്കണി മേക്ക് ഓവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബാൽക്കണി ആകെ ഒരു വൃത്തിയില്ലാണ്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് നല്ല രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ അവിടെ വിരിക്കാനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു കാർപ്പറ്റാണിത്. നീളമുണ്ട്, ഞാൻ നിവർത്തി കാണിക്കണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാൽക്കണിയിൽ ചെടികളൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഇരിക്കാനും ഒക്കെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു കാർപ്പറ്റാണ്. പിന്നെ കാർപ്പറ്റിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ക്ലോത്താണിത്. ഇത് ആക്ച്വലി കർട്ടനാണ്. ഇത് നമുക്ക് വല്ല ടേബിൾ ഉണ്ടെങ്കിൽ ഈ ബാൽക്കണിയിലേക്ക് വേണ്ടിയിട്ട് തന്നെ വാങ്ങിയതാണ്. ബാൽക്കണിയിൽ വിരിക്കാനും വല്ല ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ വിരിക്കാനൊക്കെ വാങ്ങിയിട്ടുള്ളൊരു ടേബിൾ ക്ലോത്താണ്. കോട്ടൻ്റെ ഒരു ടേബിൾ ക്ലോത്താണിത്. ഇങ്ങനെ. അപ്പോൾ ഇത് രണ്ടുമാണ് ബാൽക്കണി മേക്കറിന്. പിന്നെ ഞാൻ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ മാല ബൾബ്, കുറച്ച് ലൈറ്റ്സൊക്കെ. അതൊക്കെ ഞാനിവിടെ തൂക്കിയിട്ടുണ്ട്. കുറച്ച് ബൂഷിനൊക്കെ ആണല്ലോ, ബാക്കിയൊക്കെ ഇങ്ങനെ ഈ ബാൽക്കണിയിൽ ഇട്ടോക്കാണ്. അപ്പം ഈ ലൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ ലൈറ്റ്സ് ആണ്. കാണും, ഇതിവിടെ ഞാൻ തൂക്കിയിട്ടോക്കാണ് ഒരു ക്യാൻഡിൽ ലൈറ്റ്സ്. ഇതും ബാൽക്കണിക്ക് വേണ്ടിയിട്ട്, ബാൽക്കണിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ വേറൊരു ക്യാൻഡിൽ ലൈറ്റർ കൂടി ഉണ്ട്, ഇത് കാണുമെന്ന് അറിയില്ല, ഞാൻ ഇവിടെ തൂക്കിയിട്ടോക്കാം. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലാമ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മെഴുകുതിരി കത്തിക്കാം. അപ്പം ഞങ്ങൾ ദീപാവലിക്ക് വേണ്ടിയിട്ട് ഈ ലാമ്പ് ഉപയോഗിച്ച് ഈ ലാമ്പിൽ മെഴുകുതിരി കത്തിച്ചായിരുന്നു. കണ്ടോ, ഇതിങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മെഴുകുതിരിയുടെ ചെറിയ എന്തൊരു സാധനം വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ഇതിൽ വെച്ചിട്ട് നമുക്ക് കത്തിച്ചിട്ട് ഇതിങ്ങനെ ഇതിൽ ഉറപ്പിച്ച് വയ്ക്കാം. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ലാമ്പാണിത്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ദീപാവലിക്ക് ഞങ്ങൾ കത്തിച്ചതിൻ്റെ. അപ്പോൾ ഇതും ബാൽക്കണിയിൽ ഇടാൻ വേണ്ടിയിട്ട് ചെടികളൊക്കെ വെച്ച് നല്ലൊരു സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു ഡെക്കറേറ്റീവ് ഐറ്റംസാണ്.
അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ബാൽക്കണിയിലേക്ക് വാങ്ങിയത്. കുറച്ച് പോട്ട്സും കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ. അപ്പം ഇതെല്ലാതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ബാൽക്കണി അറേഞ്ച് ചെയ്യണ ഒരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെയും കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങി അറേഞ്ച് ചെയ്യാനുണ്ട്. ഇവിടെ ഒന്നുമില്ല എനിക്ക്. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് ഞാൻ ഫുൾ വീഡിയോ ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.